അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തി. കൃഷ്ണൻ കണ്ണനെ കണ്ടു, നേരിൽ കണ്ടു. നാൽപ്പത് വർഷമായുള്ളിൽ നേറിയ സങ്കടം അന്ന് മാതൃഭൂമി വാർത്തയാക്കിയപ്പോൾ കൃഷ്ണപ്രസാദിൻ്റെ സങ്കടം സന്തോഷമായി മാറാൻ അന്ന് അധികം സമയമൊന്നും എടുത്തിരുന്നില്ല. നേരിൽ കാണാൻ ഏകദേശം 13 ദിവസം എടുത്തെങ്കിലും വലിയൊരു കാത്തിരിപ്പായിരുന്നു. വളരെ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഉപകാരം. കാത്തിരിപ്പിൻ്റെ കഥയ്ക്ക് അങ്ങനെ ശുഭ പര്യവസാനമാവുകയാണ്. എന്നെ സംബന്ധിച്ചും മാതൃഭൂമിയെ സംബന്ധിച്ചും ഇത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. കൃഷ്ണപ്രസാദേട്ടനെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വർഷക്കാലമായി കൃഷ്ണപ്രസാദേട്ടൻ പറയുന്നത് എനിക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. അന്ന് മാതൃഭൂമിയിലൂടെ കണ്ടു, സംസാരിച്ചു. പക്ഷേ നേരിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. കണ്ണ് നട്ട് കൃഷ്ണപ്രസാദേട്ടൻ കണ്ണൻ ചേട്ടനെ കാത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദൃശ്യത്തിൽ കാണുന്നുണ്ടാവുമല്ലോ. അന്ന് മാതൃഭൂമി ജനുവരി 31-നാണ് നമ്മൾ വാർത്ത നൽകുന്നത്. അന്ന് വാർത്ത നൽകിയപ്പോൾ ഈ വാർത്ത കണ്ട എല്ലാവരുടെയും കണ്ണ് ഒരു നിമിഷമെങ്കിലും നനഞ്ഞിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് കണ്ട വാർത്തയെ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും കാണുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് കണ്ണൻ ചേട്ടൻ എപ്പോഴാണ് കൃഷ്ണപ്രസാദേട്ടനെ കാണാൻ വരുന്നതെന്ന്. ആ ദിവസമാണ് ഇന്ന് കൃഷ്ണപ്രസാദേട്ടൻ കണ്ണൻ ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാതൃഭൂമി ന്യൂസ് വാർത്ത വഴിയൊരുക്കിയപ്പോൾ അദ്ദേഹത്തിന് 40 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സുഹൃത്തിനെ കിട്ടുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാത്തിരിക്കുന്ന കൃഷ്ണപ്രസാദേട്ടൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃഷ്ണപ്രസാദ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വർഷക്കാലമായി എനിക്ക് അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാവുമോ എന്നറിയില്ല. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആൾ അടുത്തെത്തിയിട്ടില്ല ആര്യ. എന്നാലും അദ്ദേഹത്തിനൊപ്പം നമുക്കും കാത്തിരിക്കാം. ആര്യ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ കണ്ണൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തി. കൃഷ്ണൻ കണ്ണനെ കണ്ടു, നേരിൽ കണ്ടു. നാൽപ്പത് വർഷമായുള്ളിൽ നേറിയ സങ്കടം അന്ന് മാതൃഭൂമി വാർത്തയാക്കിയപ്പോൾ കൃഷ്ണപ്രസാദിൻ്റെ സങ്കടം സന്തോഷമായി മാറാൻ അന്ന് അധികം സമയമൊന്നും എടുത്തിരുന്നില്ല. നേരിൽ കാണാൻ ഏകദേശം 13 ദിവസം എടുത്തെങ്കിലും വലിയൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ അവരെ നേരിൽ കണ്ടു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കൃഷ്ണപ്രസാദേട്ടൻ അന്ന് നമ്മളെ കരയിപ്പിച്ചതുപോലെ തന്നെ ഇന്നും നമ്മളെ കരയിപ്പിക്കുകയാണ്. വളരെ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഉപകാരം. ഇത്രയും നന്ദി ആരോടാണ് പറയേണ്ടത്? ഒരുപാട് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത ആൾക്കാരോടൊക്കെ നമുക്ക് ഭയങ്കര കടപ്പാടാണ്. എല്ലാവരോടും ഭയങ്കര നന്ദി. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 40 വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു പ്രയാസമാണ്. അത് അതായത് മാതൃഭൂമിയിലൂടെയാണ് നമുക്കത് സാധിച്ചെടുത്തത്. അത് ഒരു ദിവസം കൊണ്ട് സന്തോഷം പറയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട് മാതൃഭൂമിയുടെ അടുത്ത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിന് സഹായിച്ച മാതൃഭൂമിയോട് ഒരുപാട് കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഇല്ല, ഒന്നും ഈ അവസ്ഥ ഒന്നും ആളെ കണ്ടില്ലല്ലോ. ഇന്ന് വിടുമോ തിരുവനന്തപുരത്തേക്ക്? ഇന്ന് കണ്ണൻ ചേട്ടനെ വിടും? ഇന്ന് തിരിച്ച് വിടുമോ? ഇന്ന് തിരിച്ച് പോകണമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അമ്പലമായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ വീടിൻ്റെ ബാക്കിലുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. പിന്നെ ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും വരും.
കണ്ടതിൽ സന്തോഷം ഒരുപാട്. മാതൃഭൂമിയോട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാതൃഭൂമിയിലെ മൊത്തം അങ്ങ് വളരെയധികം നന്ദി. പിന്നെ നമ്മൾ മാതൃഭൂമി തന്നെ കമൻറ്റ് ചെയ്ത് എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു.